പൂർവികരായ സഹാബാക്കളെ കുറ്റം പറയില്ലല്ലോ ഇപ്പൊ വഹാബികൾ ചെയ്യുന്നത്. നിങ്ങൾ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്, രണ്ടിനും ഞാൻ മറുപടി പറയും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരു കാര്യം അറിയാതെ പറഞ്ഞു പോയി. മുജാഹിദുകള് കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പടച്ചോനെ തമ്പുരാനെ, ഞങ്ങളിതാ കുറ്റം പറയുകയാണ്, ഞങ്ങൾ കുറ്റം പറയാൻ നിയ്യത്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞോളന്നില്ല. പറഞ്ഞാൽ മതി. ഞാൻ വായിക്കാം. മുജാഹിദിന്റെ അൽമനാർ എന്റെ കൈവശമുണ്ട്. മുജാഹിദുകളുടെ അൽമനാറിൽ പറയുന്നത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബികൾ, ആ സ്വഹാബികളിൽ നിന്ന് ദീന് പഠിച്ച താബിഉകൾ, ആ താബിഉകളെയും സ്വഹാബികളെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഇതാ എന്റെ കയ്യിൽ അൽമനാറാണിത്. ഈ അൽമനാറിൽ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ കേട്ടോളൂ, ഞാൻ വായിച്ചുതരാം. പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ലാത്ത ഇസ്രായേലി കള്ളക്കഥകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് പകർത്തിയത്, കൊണ്ടുവന്നത്, പ്രചരിപ്പിച്ചത് എങ്ങനെയാണ് എന്നാ പറയുന്നത്? ആരാണ് അതിന് നേതൃത്വം നൽകിയത് എന്നറിയോ? മുജാഹിദിന്റെ നേതാക്കൾ പറയുന്നത് കേട്ടോളൂ. മുജാഹിദിന്റെ ഇന്നും ജീവിച്ചിരിക്കുന്ന മൗലവി എഴുതിയിട്ടുള്ള ലേഖനമാണ്. അൽമനാറിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ തമീമുദ്ദാരി, കഅബുൽ അഹ്ബാർ, വഹബ് ഇബ്നു മുനബ്ബഹ്, അബ്ദുല്ലാഹിബിൻ സലാം തുടങ്ങിയ ഒട്ടേറെ മഹാത്മാക്കൾ, സ്വഹാബികളും താബിഉകളും ഉൾപ്പെടുന്ന ആ മഹത്തുക്കളാണ് ഇസ്ലാമിലേക്ക് ഇല്ലാത്ത കള്ളക്കഥകൾ, ഇസ്രായേലി കള്ളക്കഥകൾ പ്രചരിപ്പിച്ചത്. എന്നിട്ട് പറയുന്നത് എന്താ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇത് ചോദിച്ചു. അതിന് പള്ളി മിനാരങ്ങൾ, മിഹ്റാബുകൾ, പള്ളികൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ചോദിച്ചു, മിമ്പറുകൾ. പക്ഷെ ഉമറുൽ ഫാറൂഖ് സമ്മതം കൊടുത്തില്ല. അങ്ങനെ ഉമറുൽ ഫാറൂഖിന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ അവർക്ക് ഒരു നേരം, ആഴ്ചയിൽ ഒരിക്കൽ ഈ കള്ളക്കഥ പ്രചരിപ്പിക്കാൻ പള്ളി മിമ്പറുകൾ അവർ ഉപയോഗപ്പെടുത്തി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ വെച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഈ കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ, ഇസ്ലാമിൽ ഇല്ലാത്ത പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇസ്ലാമിൽ പ്രചരിപ്പിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി സമ്മതം കൊടുക്കുകയും, അങ്ങനെ സമ്മതം കൊടുത്തതിന്റെ ശേഷം ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ സലാം ഉൾപ്പെടെയുള്ള ഞാൻ എണ്ണി പറഞ്ഞ കക്ഷികൾ, മഹാത്മാക്കൾ, സ്വഹാബികളും താബിഉകളുമായ മഹത്തുക്കൾ, അവരാണ് ഈ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്ന് എഴുതിയിട്ടുള്ളത് ആരാ? മുജാഹിദിന്റെ മുഖപത്രം അൽമനാറാണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തിരിയും. മുജാഹിദുകൾ പറഞ്ഞു എഴുതിയ, ഇന്നും ഇയാൾ മരിച്ചിട്ടില്ല, എഴുതിയ മൗലവി അറിയോ നിങ്ങൾക്ക്? ഇനി നിങ്ങൾക്കറിയണോ? മുജാഹിദുകൾ, കേരളത്തിലെ മുജാഹിദിന്റെ തലതൊട്ടപ്പനായ മൗലവി എഴുതിയതാണ് ജുമുഅ ഖുതുബ എന്ന ഈ പുസ്തകം. ഇതിൽ പറയുന്നത് എന്താ? അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരെ നിങ്ങൾ പിൻപറ്റണം. മറ്റൊരു ഹദീസിൽ കാണാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ യഈശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ, എന്റെ ശേഷം നിങ്ങൾ ജീവിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായാന്തരങ്ങൾ കാണും. നിങ്ങൾ എന്തു ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ സുന്നത്തും സച്ചരിതരായ സ്വഹാബത്തിന്റെ സുന്നത്തും മുറുകെ പിടിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. കേരളത്തിലെ മുജാഹിദ് പറയുന്നത് എന്താണ്? അവരുടെ പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകമാണ് എന്റെ കയ്യിൽ, ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും. അവർ പറയുന്നത് എന്താണ്? ഖുലഫാഉർ റാഷിദുകളുടെ വീക്ഷണങ്ങൾ പോലും കേരളത്തിലെ മുജാഹിദുകൾക്ക് തെളിവായി അംഗീകരിക്കാൻ കഴിയില്ല. മുജാഹിദിന്റെ സംസ്ഥാന പണ്ഡിത സഭയുടെ വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകമാണ്. നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, ഖുലഫാഉർ റാഷിദുകളെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. മുജാഹിദ് പറയുന്നത് എന്താ? കേരളത്തിലെ മുജാഹിദുകൾക്ക് അത് പിടിക്കാൻ കഴിയില്ല, ഞങ്ങൾ അത് തെളിവായി അംഗീകരിക്കൂല. മനസ്സിലായോ? വേറൊരു മൗലവി, എം ടി അബ്ദുറഹ്മാൻ മൗലവി എഴുതുന്നത് എന്താ? ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ ഇതിൽ പറയുന്നത് എന്താ? കേരളത്തിലെ മുസ്ലിയാക്കൾ പറയുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് പറയുന്നതും ദീനിൽ തെളിവല്ല. സഹാബത്തിനെ ചീത്ത പറയാ, സഹാബത്തിനെ കുറ്റം പറയാൻ എന്താ? സഹാബത്തെ നിങ്ങളൊക്കെ കുറ്റക്കാരാകുന്നു ഇങ്ങനെ വിളിച്ചു പറയല.
നിങ്ങളെ ഞാൻ കുറ്റം പറയാൻ നിയത്ത് വെച്ചു എന്ന് നിയത്ത് വെച്ച് പറയണ്ട. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു അവർ സത്യവാന്മാരാണ്, മഹ്ദിയീങ്ങളാണ്, ഹിദായത്ത് ലഭിച്ചിട്ടുള്ളവരാണ്, സച്ചരിതരാണ്. മുജാഹിദ് പറയുന്നു ഞങ്ങൾ അവരെ സ്വീകരിക്കൂല. ഇതിലും വലിയ അപരാധം എന്താ സഹോദര? എന്താ നിങ്ങൾ ഈ പറയുന്നത്? സഹാബത്തിനെ മുജാഹിദ് കുറ്റം പറയുന്നു എന്നാ ഞാൻ പറയും. അത് മനസ്സിലായോ? അത് മനസ്സിലാവും. അത്ര എന്റെ ഉദ്ദേശമുള്ളൂ. ഇനി ഞാൻ ബാക്കി രണ്ടാമത്തെ ചോദ്യത്തിന് കൂടി മറുപടി പറയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി പറയാം. സഹാബത്തിനെ കുറ്റം പറയുന്നു, എവിടെ ഒരു മുജാഹിദ് കുറ്റം പറഞ്ഞില്ലല്ലോ. 3 ഉദ്ധരണിയാ വായിച്ചത്. ഇനി പറയുകയാണെങ്കിൽ ഇനിയും വായിക്കും.